നാൽപ്പതോ 50 വയസ്സ് കഴിഞ്ഞ സ്ത്രീയോ പുരുഷനോ ആണോ നിങ്ങൾ? കാല് നിലത്ത് കുത്താൻ പറ്റാത്ത രീതിയിൽ വേദന അനുഭവിക്കുന്നുണ്ട്. അതിൻ്റെ കാരണം അമിതമായിട്ട് നീര് വന്ന് പൊങ്ങിയിരിക്കുന്നു, കാലുകൾക്ക് പീഡലെടിമയുണ്ട്. അതുപോലെ മുഖമൊക്കെ തന്നെ നീര് വന്ന് വീർത്തിരിക്കുന്നു എന്ന് തോന്നും. പുറമേ ഉള്ളവർ തടി കൂടിയോ എന്ന് ചോദിക്കുമെങ്കിലും സത്യാവസ്ഥ നമുക്കറിയാം, അത് നീര് വന്നിട്ടുള്ളതാണെന്ന്. ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുന്നവരാണെങ്കിലോ ഒരു പ്രായം കഴിഞ്ഞാൽ സെക്ഷൽ ലൈഫ് എന്നുള്ളതൊക്കെ തന്നെ പലവിധ കാരണങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടിലാവാറുണ്ട്. ഡയബറ്റീസ് ആവാം, മറ്റുള്ള ആരോഗ്യ പ്രശ്നങ്ങളാവാം, സ്ത്രീകളാണെങ്കിൽ വജൈനൽ ഡ്രൈനസ് ആവാം. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പലതും ഉണ്ടാവാറുണ്ട്. അപ്പം ഇതൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടും സെക്ഷൽ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇതിനെല്ലാത്തിനും കൂടെ ഒരൊറ്റ കാര്യം മതി, ഒരൊറ്റ ഇൻഗ്രീഡിയൻ്റ് മതി എന്നുള്ളത് അത് എന്താണ് എന്നുള്ളതല്ലേ നമുക്ക് നോക്കാം. ട്രിബുലസ് ടെറസ്ട്രിസ് എന്നുള്ള ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന ഗോക്ഷുര, അല്ലെങ്കിൽ മലയാളത്തിൽ ഇതിനെ ഞെരിഞ്ഞിൽ എന്നൊക്കെ അറിയപ്പെടും. ഇതിൻ്റെ ബീജം അല്ലെങ്കിൽ വിത്താണ് നമ്മൾ എടുക്കുന്നത്. പലരും കണ്ടിട്ടുള്ളതായിരിക്കും. ഒരു മുള്ളു പോലെയായിട്ട് കാണപ്പെടുന്ന ചെറിയ ചെറിയ കായകളാണിത്. അപ്പോൾ ഈ ഞെരിഞ്ഞിൽ ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് 2 രീതിയിൽ ഡ്രിങ്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. മറ്റൊരു ഇൻഗ്രീഡിയൻറ്റും വേണ്ട, ഒരൊറ്റ ഇൻഗ്രീഡിയൻറ്റും കൊണ്ട് നമ്മൾ ഇത്തരം പ്രശ്നങ്ങളെയൊക്കെ മാറ്റാൻ സഹായിക്കുന്നത്. പ്രമേഹ, ശ്വാസകോശ അർശകൃച്ഛ ഹൃദ്രോഗവാദനു എന്നുള്ള ശ്ലോകത്തിൽ ഞെരിഞ്ഞിലിനെ കുറിച്ചിട്ടുള്ള ചില ഇൻഡിക്കേഷൻസ് പറയുന്നുണ്ട്. അതായത് ശ്വാസകോശ രോഗങ്ങളിൽ നമുക്ക് ആസ്മ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ അപ്പർ റെസ്പിറേറ്ററി ബുദ്ധിമുട്ടുകൾ എന്ത് തന്നെ ഉണ്ടെങ്കിലും, അതുപോലെ തന്നെ ഹൃദ്രോഗ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, കാർഡിയാക് പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്കായാലും, വാതദോഷം കൂടിയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉള്ളവർക്കായാലും, വേദന, നീര്, ബുദ്ധിമുട്ടുകൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉള്ളവർക്കും, അതുപോലെ വൃശ്യമായിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സെക്ഷൽ ഹെൽത്തിനെ ഇമ്പ്രൂവ് ചെയ്യുന്ന രീതിയിൽ. ഇനി PCOS, പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം ഉള്ള കേസിലാണെങ്കിൽ അധിക സ്ത്രീകളും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണിത്. അത്തരം കേസിലൊക്കെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ബുദ്ധിമുട്ടിനെ മാറ്റാൻ വേണ്ടിയിട്ടും, എക്സസൈസിൻ്റെ കപ്പാസിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടും, അല്ലെങ്കിൽ മസിലിൻ്റെ സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടിയിട്ടും പുരുഷന്മാർക്കൊക്കെ തന്നെ ഇത് വളരെ നല്ലതാണ്. സ്ത്രീകൾക്കും അതുപോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇനി ഇത് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ്. അതിൽ നമുക്ക് ഈ സെക്ഷൽ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനും പീഡലെടിമ, കാലിലെ ബുദ്ധിമുട്ടുകൾ മാറ്റാനും ഒക്കെ തന്നെ നമുക്കിത് പാലും ചേർത്തിട്ട് 1:4 എന്നുള്ള രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും. അതായത് 1 ഗ്ലാസ് പാലാണ് എടുക്കുന്നതെങ്കിൽ 4 ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്തിട്ട് ഇതിലേക്ക് ഒരു 2 സ്പൂണ് ഗോക്ഷൂര അല്ലെങ്കിൽ ഈ മുഴുവനായിട്ടുള്ള ബീജമാണെങ്കിൽ ചേർക്കാം. എന്നിട്ട് അത് തിളച്ച് വറ്റി നമ്മൾ ആദ്യം എടുത്തിട്ടുള്ള 1 ഗ്ലാസ് ആക്കി വറ്റിച്ചെടുക്കുകയാണ് വേണ്ടത്. അങ്ങനെ ചെയ്തിട്ട് അതൊരു നേരിയ ഇളം ചൂടിൽ 2 നേരമൊക്കെ തന്നെ കുടിക്കുന്നത് വളരെ നല്ലതാണ്. ഇതുപോലുള്ള പ്രശ്നങ്ങളെയൊക്കെ മാറ്റാനും സെക്ഷൽ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനും ഒക്കെ തന്നെ സഹായിക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് പാല് ഉപയോഗിക്കാൻ പറ്റാത്തവരൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ളവർക്ക് ഇതേപോലെ തന്നെ നമ്മൾ വെള്ളത്തിൽ ഒരു 4 ഗ്ലാസ് വെച്ചിട്ട് അത് വീണ്ടും വറ്റിച്ച് 1 2 ഗ്ലാസ് ആക്കി വറ്റിച്ചിട്ട് 2 നേരമൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഇങ്ങനെ ചെയ്യുന്നതും തന്നെ നമ്മുടെ ശരീരത്തിലുള്ള നീരിനെയൊക്കെ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്നുണ്ട്. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നുകൂടെ, നമുക്ക് ചൂടുകാലമൊക്കെ ആയിക്കഴിഞ്ഞാലും അല്ലെങ്കിൽ ചിലർക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് UTI, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വരാറുണ്ട്. അതുപോലെ തന്നെ കാൽക്കുലേ, മൂത്രത്തിക്കല്ല് എന്നുള്ള ബുദ്ധിമുട്ടൊക്കെ തന്നെ വരാറില്ലേ. അപ്പം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത്, അല്ലെങ്കിൽ ഈ കല്ലിനെ തന്നെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ചെറുതാക്കി അത് യൂറിനിലൂടെ തന്നെ പുറത്തേക്ക് കളയുന്ന രീതിയിലുള്ള ഒരു കപ്പാസിറ്റി നമ്മുടെ ഈ ഒരു ഗോക്ഷുരയ്ക്കുണ്ട്. അപ്പോൾ ഇത് വളരെ ഗുണകരമായിട്ട് കണ്ടിട്ടുണ്ട് ഈ ഒരു ഡ്രിങ്ക് കുടിക്കുന്ന സമയത്ത്. പിന്നെ ഗർഭിണികളും ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന അമ്മമാരൊക്കെ ആണെങ്കിൽ നേരിട്ട് കൺസൾട്ടേഷനിൽ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഈ ഞെരിഞ്ഞിലും തഴുതാമയും ചെറുളയും കൂടെ ഒരേ അളവിലെടുത്തിട്ട് അതൊന്ന് ജസ്റ്റ് ചതച്ച് ഒരു ചെറിയ കിഴി കെട്ടിയിട്ട് വെള്ളത്തിലിട്ട് ഇതുപോലെ തന്നെ പകുതിയാക്കി വറ്റിച്ചെടുത്തിട്ട് ഉപയോഗിക്കുന്നതും ഇതുപോലെ തന്നെ ഗുണകരമായിട്ടുള്ളതാണ് കേട്ടോ. അത് ഈ മൂത്ര സംബന്ധമായിട്ട് വരുന്ന ഏത് പ്രശ്നങ്ങളാണെങ്കിലും മാറ്റാൻ വേണ്ടിയിട്ട് ഈ ഒരൊറ്റ ഡ്രിങ്ക് മതി. ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഒരുപാട് പേര് അനുഭവിക്കുന്നുണ്ടായിരിക്കും. കാരണം അമിതമായിട്ട് ബോഡി ഹീറ്റ് കൂടുക എന്നുള്ളതൊക്കെ തന്നെ ഈ PCOD കേസിലായാലും അത്തരം ആളുകൾക്ക് ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ ആർത്തവ വിരാമം കഴിഞ്ഞ് ഒരു 50-51 വയസ്സൊക്കെ ആവുന്ന സമയത്തൊക്കെയുള്ള സ്ത്രീകളിൽ കൂടുതലായിട്ട് ഇത് കാണാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കും ഒക്കെ തന്നെ വളരെ സേഫായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്കാണിത്. ബൃഹത്യാദി കഷായം, ഗോക്ഷുര ഗുഗുലു അല്ലെങ്കിൽ ഗോക്ഷുര ചൂർണ എന്നുള്ള രീതിയിൽ അങ്ങനെ പല രീതിയിൽ
ഈ ഒരു ഞെരിഞ്ഞിൽ തന്നെ ചേർത്തിട്ടുള്ള ഒത്തിരി ഫോർമുലേഷൻസ് ഉണ്ട് ആയുർവേദത്തിൽ. അപ്പോൾ ഈ ചൂർണ്ണമായിട്ട് നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ അതൊരു 3 മുതൽ 6 ഗ്രാം വരെയൊക്കെയാണ് അതിൻ്റെ ഡോസേജ് പറയുന്നത്. ഇത് നമ്മൾ തിളപ്പിച്ച് വറ്റിച്ച് ഉപയോഗിക്കുന്നതിന് പകരം ഈ ചൂർണ്ണം ഇട്ട് തിളപ്പിച്ചാലും മതി. അതാവുമ്പോൾ ഒന്നുകൂടി ഈസി ആയിരിക്കും. പക്ഷെ നമുക്ക് അങ്ങാടിക്കടയിലോ ആയുർവേദ ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ മുഴുവനായിട്ടുള്ള ഞെരിഞ്ഞിലിൻ്റെ ബീജം തന്നെ വാങ്ങിക്കാനും കിട്ടും. സ്പേം പ്രൊഡക്ഷൻ കൂട്ടാനും ഓവുലേഷൻ നടത്താനും ഒക്കെ തന്നെ സഹായിക്കുന്നുണ്ട്. അത് നേരിയ തോതിലായാലും മസിൽ ബിൽഡിങ്ങിന് സഹായിക്കുന്നുണ്ട്. കൂടാതെ നമുക്ക് പ്രമേഹ രോഗികളാണെങ്കിൽ അവർക്ക് ഇത് വളരെ നല്ല ഒരു ഔഷധം കൂടിയാണ് ഗോക്ഷുര എന്നുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ ശ്വാസകാസ രോഗങ്ങളിലായാലും പൈൽസ് രോഗികളായാലും ഒക്കെ തന്നെ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ആക്ടിവിറ്റി ശോധകരമായിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്കിത് സ്കിന്നിലേക്കായാലും ഹെയറിലേക്കും ഒക്കെ വരുന്ന ചില ഇൻഫ്ലമേഷൻ കൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിലും അത് മാറ്റാനായാലും മുഖത്തൊക്കെ പസ് നിറഞ്ഞ കുരുക്കളൊക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ നമുക്കിതൊരു ഫേസ് പാക്ക് ആയിട്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റും. ഒരു 3 ഗ്രാമൊക്കെ തന്നെ ഇതിൻ്റെ ചൂർണ്ണം എടുത്ത് അതിലേക്ക് അല്പം തേനും കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഒരു 5-6 സ്പൂണ് റോസ് വാട്ടറും കൂടെ മിക്സ് ചെയ്തിട്ട് നല്ലൊരു പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ സ്കിൻ ഇറിറ്റേഷൻ വല്ലതും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ടത് ആവശ്യമാണ്. എത്ര നാച്ചുറൽ പ്രൊഡക്റ്റ് ആയാലും ഓരോരുത്തരുടെ സ്കിൻ ടൈപ്പിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ ഇത് നമുക്ക് ഫേസിൽ വരുന്ന പിമ്പിൾസ് ഒക്കെ കുറയ്ക്കാനും അല്ലെങ്കിൽ ബ്ലെമിഷസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും സ്കിന്നിനെ നല്ല ഗ്ലോ ആയിട്ട് ഇരുത്താൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്നുണ്ട്. പോരാത്തതിന് ഇത് ഒരു ആൻറ്റി ഏജിങ് ഇഫക്റ്റ്, ചുളിവുകളൊക്കെ ഒന്ന് പെട്ടെന്ന് വരുന്നത്, നേരത്തെ വരുന്നത് കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. സ്കിന്നിന് നല്ലൊരു റെജുവനേഷൻ, സ്കിൻ റീജനറേഷൻ ഒക്കെ നടത്താൻ സഹായിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള ഒന്നാണ്. അതുപോലെ തന്നെ നമുക്കിത് ഹെയറിലേക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. ത്രിബലയൊക്കെ ചെയ്യുന്നത് പോലെ വെള്ളം ഇട്ട് തിളപ്പിച്ചിട്ട് ആ വെള്ളം ഒഴിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ചില ഗുണങ്ങൾ കൂടെ ഉണ്ട്. ശരീരത്തിലെ സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ബോഡിയെ തന്നെ നറിഷ് ചെയ്യുന്ന രീതിയിലുള്ള ഒന്നാണ്. പിന്നെ ദോഷങ്ങളെ 3 ദോഷങ്ങളെയും ബാലൻസ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. ഡൈജഷൻ അല്ലെങ്കിൽ ദഹനശക്തി കൂട്ടാൻ വളരെ നല്ലതാണ്. വയറുവേദന കുറയ്ക്കാൻ വേണ്ടിയിട്ടും അതുപോലെ കാർഡിയാക് സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്നതിന് മുൻപ് മരുന്ന് കഴിക്കുന്നവരാണെങ്കിൽ ഡോക്ടറെ നേരിട്ട് കൺസൾട്ട് ചെയ്തതിന് ശേഷം കഴിക്കുക കേട്ടോ. അതുപോലെ മൂത്രം ഒഴിഞ്ഞു പോകാൻ ബുദ്ധിമുട്ടുള്ള ഒരു ഡയൂററ്റിക് ആയിട്ടുള്ള ആക്ഷൻ ഉണ്ട്. അപ്പം അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊക്കെ ഉള്ളവർക്ക് വളരെ നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ ഇത് ഇമ്മ്യൂണിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടും നമ്മുടെ സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടിയിട്ടും ബോഡിയുടെ നറിഷ്മെൻറ്റിനും നല്ല ഹീറ്റായിട്ടിരിക്കുന്ന ബോഡി ആണെങ്കിൽ അതൊന്ന് കൂളാക്കാൻ വേണ്ടിയിട്ടും എല്ലാം തന്നെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ്. അതുപോലെ വാദദോഷങ്ങളിൽ വാദസംബന്ധമായിട്ടുള്ള എന്ത് അസുഖങ്ങളുണ്ടെങ്കിലും വളരെ നല്ലതാണ്. കണ്ണിൻ്റെ കാഴ്ചശക്തി കൂട്ടാനുള്ള ഒരു ഗുണം കൂടെ പറയുന്നുണ്ട്. അതുപോലെ യൂറിനറി കാൽക്കുലി ഉണ്ടെങ്കിലും വിശപ്പില്ലായ്മ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിലും ഇതുപോലെ കഫോ കോൾഡോ ജലദോഷമോ ഒക്കെ വന്നിട്ടുള്ള സമയത്തും ഹെമറോയിഡിൻ്റെ കേസിലും ഒക്കെ നമുക്കിതിനെ ഉപയോഗപ്പെടുത്താൻ പറ്റും. ഇങ്ങനെ ഒട്ടനേകം ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള വളരെ നല്ലൊരു ഔഷധമാണ് ഗോക്ഷുര അല്ലെങ്കിൽ ഞെരിഞ്ഞിൽ എന്നുള്ളത്. ഇതൊക്കെ വളരെ സുലഭമായിട്ട് കിട്ടുന്നതാണ് കേട്ടോ. അങ്ങനെ പ്രത്യേകിച്ചൊരു കെയറൊന്നും വേണ്ട. നമ്മുടെ പറമ്പിലൊക്കെ തന്നെ നോക്കിയാൽ തന്നെ ഇഷ്ടം പോലെ കാണാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ പല ഭാഗങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ ഇതിൻ്റെ ബീജത്തിൻ്റെ എടുത്താൽ നമുക്ക് അതുകൊണ്ട് എന്തെല്ലാം ഗുണങ്ങളുണ്ട്, ഈസി ആയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെയാണ്. കാരണം ഈ ഒരു PCOD ഇല്ലാത്തവരും കാലിൽ നീര് വരാത്തവരും ഒക്കെ തന്നെ വളരെ റെയർ ആയിട്ടുള്ളവരാണ്. അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ തന്നെ വളരെ ഉപകാരപ്രദമായിട്ടുള്ളതായിരിക്കും. ഒരൊറ്റ ഇൻഗ്രീഡിയൻ്റ് അല്ലേ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളൂ. വാങ്ങിക്കാനും ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഒന്നാണ്. അതുകൊണ്ട് കണ്ടു കഴിഞ്ഞാൽ മറ്റുള്ളവർക്കും കൂടെ ഉപകാരപ്പെടുന്ന രീതിയിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നല്ലൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.